തന്റെ ജീവിതത്തിൽ അനുഭവിച്ച ദൈവസ്നേഹത്തെക്കുറിച്ച് അനുഭവം സാക്ഷ്യം പങ്കുവയ്ക്കുന്നതിനായി നിക്സനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രൈസ് ഗോഡ്. ഞാൻ നിക്സൺ, കൊല്ലം രൂപതയിലെ പോർട്ടുകൊല്ലം ഇടവക അംഗമാണ്. എന്റെ ജീവിതത്തിൽ ദൈവപിതാവിനെ അനുഭവിച്ചറിഞ്ഞ ഒത്തിരിയേറെ സന്ദർഭങ്ങളുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്ന ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുക. ഞാൻ എൻ്റെ വീട്ടിലെ ഏറ്റവും ഇളയ പുത്രനാണ്. ഞങ്ങൾ മൊത്തം 5 പേരാണ്. ബാല്യം മുതലേ വളരെ ദാരിദ്ര്യാവസ്ഥയിലായിരുന്നു ഞങ്ങൾ ജീവിച്ചു വന്നുകൊണ്ടിരുന്നത്. അതിന് പ്രധാന കാരണം എൻ്റെ അപ്പച്ചന്റെ മദ്യപാനമായിരുന്നു. ഞാൻ ഓർമ്മ വെച്ച നാൾ മുതൽ കാണുന്നത് എൻ്റെ പിതാവ് നന്നായിട്ട് മദ്യപിച്ചു വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അപ്പനെ കാണുമ്പോൾ ഭയന്നു മാറി നിൽക്കുമായിരുന്നു. എനിക്ക് വലിയൊരു വിഷമമായിരുന്നു ആ ഒരു കാഴ്ച. എൻ്റെ സ്കൂളിലെ സഹപാഠികളൊക്കെയും അവരുടെ പിതാക്കന്മാരോടൊപ്പം യാത്ര പോയ കഥകളും അവരുടെ ഭവനത്തിൽ അവരുമായിട്ടുള്ള സംസാരങ്ങളൊക്കെ കുറിച്ചൊക്കെ പറയുമ്പോൾ എനിക്ക് അതൊക്കെ ഒരു അന്യമായി. ആദ്യമൊക്കെ അതെനിക്കൊരു വലിയ വിഷമത്തിന് കാരണമായി. അങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ അമ്മയുടെ പ്രാർത്ഥന ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുമായിരുന്നു. എനിക്ക് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ആദ്യമായി ഒരു ബൈബിൾ എനിക്ക് കയ്യിലേക്ക് കിട്ടി. 7ാം സ്റ്റാൻഡേർഡ് ആയപ്പോൾ ഞാൻ ആ സമ്പൂർണ്ണ ബൈബിൾ വായിച്ചു കഴിഞ്ഞു. അപ്പോഴൊക്കെ ആ വായനയിൽ ഞാനൊരു ദൈവപിതാവിന്റെ സ്നേഹം കാണുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അതൊന്നും ഗ്രഹിക്കാനൊന്നും പറ്റുന്നില്ലായിരുന്നു. ദൈവം ഒരു പിതാവാണെന്നും അപ്പനാണെന്നൊക്കെയുള്ള പല വാക്യങ്ങളും ഞാൻ അതിലൂടെ ശ്രദ്ധിച്ചു പോയി. പക്ഷെ അപ്പോഴൊന്നും എനിക്കത് ഫീൽ ചെയ്തിട്ടില്ലായിരുന്നു. എന്നാൽ ദൈവസ്നേഹം ഞാൻ ഏറ്റവും ആദ്യമായിട്ട് അനുഭവിച്ചറിഞ്ഞത് ഒരു വിജയത്തിലൂടെയാണ് മനസ്സിലാക്കിയെടുത്തത്. അത് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ സ്കൂളിൽ നിന്ന് ഞങ്ങൾ ശാസ്ത്ര പരിചയമേളയ്ക്ക് പോവുകയായിരുന്നു. ജില്ലയിൽ നിന്ന് വിജയിയായി സ്റ്റേറ്റ് മത്സരത്തിലേക്ക് പോകുമ്പോൾ ഞാൻ മത്സരിച്ചിരുന്നത് വർക്കിംഗ് മോഡൽ എന്ന ഒരു ഇനത്തിലാണ്. ശാസ്ത്ര പരിചയമേളയിൽ 3 ഇനങ്ങളാണുള്ളത്. 2 ഇനങ്ങൾ എൻ്റെ സ്കൂളിൽ നിന്നായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ റിസർച്ച് മോഡലിനായിരുന്നു ഞങ്ങളുടെ ജില്ലയിൽ നിന്നും ഞങ്ങളുടെ സ്കൂളിൽ നിന്നൊക്കെ വലിയ പ്രതീക്ഷ പുലർത്തിയിരുന്നത്. കാരണം അതൊരു വലിയൊരു വിജയത്തിലേക്ക് എത്തിക്കുന്ന തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉള്ളതായിരുന്നു. ഞാൻ മത്സരിക്കാനിരുന്ന വർക്കിംഗ് മോഡലില് എൻ്റെ കയ്യിലുള്ളത് 2 മൺപാത്രവും അതുപോലെ കുറച്ച് ട്രിപ്പ് ഇറിഗേഷന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളുമാണ്. അതായത് എൻ്റെ ഇനം ട്രിപ്പ് ഇറിഗേഷൻ ആയിരുന്നു. മത്സരത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഞങ്ങൾ മത്സരവേദിയിൽ എത്തുന്ന സമയത്ത് വർക്കിംഗ് മോഡലിനായിട്ട് പല സ്കൂളുകളിൽ നിന്നും വന്നിട്ടുള്ള സംഭവങ്ങൾ നിരത്തി വെച്ചപ്പോൾ അവിടെ ഭൂമിയും ചന്ദ്രനും റോക്കറ്റും സാറ്റലൈറ്റും റോബോട്ടും ഒക്കെ കിടന്ന് കളിക്കുമ്പോൾ എൻ്റെ കയ്യിൽ ഈ 2 മൺകലങ്ങളും കുറച്ച് ട്യൂബുകൾ മാത്രമാണുള്ളത്. അതായത് താഴ്ന്ന സ്ഥലങ്ങളിൽ നിന്ന് ഉയർന്ന സ്ഥലത്തേക്ക് വെള്ളം എത്തിക്കുന്ന ഒരു സംവിധാനത്തെ കുറിച്ചാണ് ഞാൻ അവിടെ പ്രദർശിപ്പിക്കുന്നത്. മത്സരങ്ങളൊക്കെ കഴിഞ്ഞു. വിധി നിർണയം വന്നപ്പോൾ ഞങ്ങൾ ഏറെ പ്രതീക്ഷിച്ചിരുന്ന റിസർച്ച് മോഡൽ ഇനത്തില് ഒന്നും തന്നെ ലഭിച്ചില്ല. അതുകൊണ്ട് തന്നെ ടീച്ചറിന് വലിയ വിഷമമായി. ഇനി ഒന്നും കിട്ടാനായിട്ട് ഒന്നും ഇല്ലാത്ത ഒരു സാഹചര്യത്തില് അടുത്ത സ്റ്റിൽ മോഡലിന്റെ വിധിയും വന്നു. അപ്പോൾ അതിനും ഒന്നും ആർക്കും കിട്ടിയിട്ടില്ല. ഞങ്ങളുടെ ജില്ലയിൽ നിന്ന് വെറും കൈയോട് പോകേണ്ട ഒരു അവസ്ഥ. അപ്പോൾ എനിക്ക് വലിയ വിഷമം തോന്നിയിട്ട് ഞാൻ ബൈബിളിൽ നിന്ന് വായിച്ചുള്ള പല കാര്യങ്ങളൊക്കെ എനിക്ക് ഓർമ്മയിലേക്ക് വരുന്നുണ്ടായിരുന്നു. പക്ഷെ സ്വർഗസ്ഥനായ പിതാവ് എന്നൊരു പ്രാർത്ഥന എന്റെ മുമ്പിലേക്ക് എത്തി. അതില് പിതാവിനോട് പ്രാർത്ഥിക്കുന്ന ഭാഗങ്ങളൊക്കെ എന്റെ മനസ്സിൽ ഓർമ്മ വന്നു. അന്നു വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ എന്നുള്ള ആ സ്ഥലം എത്തിയപ്പോൾ ഞാൻ ഈ പ്രാർത്ഥന ചൊല്ലിട്ട് അവിടെ എത്തിയപ്പോൾ ഇന്ന് എനിക്കൊരു വലിയ വിജയം തരണമേ എന്ന് അപ്പാ എന്ന് ഞാൻ ആദ്യമായിട്ട് ദൈവത്തെ വിളിച്ചു. അതുവരെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പ്രാർത്ഥിക്കുന്ന സ്ഥാനത്ത് ഞാൻ സ്വർഗസ്ഥനായ അപ്പാ എന്നൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. വലിയ പ്രതീക്ഷയോടുകൂടിയാണ് പ്രാർത്ഥിച്ചത്. കാരണം ഒന്നും കിട്ടില്ല എന്നറിയാം, എങ്കിലും എന്റെ പ്രാർത്ഥന ഉണ്ടായിരുന്നു. അതിൽ ആദ്യ സ്ഥാനം വിധി നിർണയം നടത്തി. 1ാം സ്ഥാനത്തിന് കിട്ടിയില്ല. ഞങ്ങളെല്ലാം തിരിച്ചു നടക്കുന്ന സമയത്ത് എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത വിധത്തില് 2ാം സ്ഥാനം എനിക്കായിരുന്നു ലഭിച്ചത്. അന്ന് ഞാൻ ആ ദൈവസ്നേഹത്തിന്റെ ആഴം മനസ്സിലായി. അപ്പ എന്ന് ദൈവത്തെ വിളിച്ചതിലൂടെ എനിക്ക് ലഭിച്ച ആ വലിയ വിജയം അത് പിന്നീട് എൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് അപ്പൻ എന്ന സ്ഥാനം കൊടുക്കാനായിട്ട് ഞാൻ എപ്പോൾ പ്രാർത്ഥിച്ചാലും പിന്നീട് ദൈവത്തെ അപ്പ എന്ന് വിളിക്കും. ആ വിളിയില് ഞാനൊരു വല്ലാത്ത സ്നേഹം അനുഭവിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ ബാല്യകാലത്ത് എൻ്റെ കൗമാരപ്രായത്തിലൊക്കെ എനിക്ക് നഷ്ടപ്പെട്ടു പോയ, എനിക്ക് ലഭിക്കാതിരുന്ന ഒരു പ്രത്യേക സ്നേഹം, ഒരു പ്രത്യേക അനുഭൂതി എനിക്ക് അതിലൂടെ ലഭിക്കുവാനായിട്ട് തുടങ്ങി. ഞാൻ എപ്പോഴൊക്കെ ദൈവത്തെ അപ്പ എന്ന് വിളിക്കുമോ അപ്പോഴൊക്കെയും ആ സ്നേഹം എനിക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് എന്റെ സെമിനാരി ജീവിതത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ കിട്ടിയ മറ്റൊരു ദൈവാനുഭവമാണ് എന്നെ ഇന്ന് ഇപ്പോഴും ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനായിട്ട് നിർത്തിയിരിക്കുക. ഞാൻ സെമിനാരി ചേരുന്ന സമയത്ത് എൻ്റെ വീട് വിൽപ്പനയൊക്കെ നടത്തി ഞങ്ങളൊരു വാടക വീട്ടിലായിരുന്നു താമസിക്കുന്നത്.
അപ്പോൾ ഒത്തിരിയേറെ കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ സെമിനാരിലേക്ക് ചെല്ലുന്നത്. കൂടുതൽ ഡ്രസ്സുകളൊന്നും കൊണ്ടുപോയിട്ടില്ലായിരുന്നു. അങ്ങനെ ഇരിക്കെ സെമിനാരിയിൽ വെച്ചിട്ട് ഒരാഴ്ചയോളം ഞാൻ പനി പിടിച്ചു കിടപ്പായിരുന്നു. ആ സമയത്തൊക്കെയും പനി ആയിരുന്നെങ്കിൽ പോലും ഞാൻ ഒന്ന് രണ്ട് ഡ്രസ്സൊക്കെയാണ്, 2-3 ഡ്രസ്സൊക്കെയാണ് ഞാൻ മാറി മാറി ഇട്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ പനി കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അന്നത്തെ ദിവസം കുർബാനയ്ക്കായിട്ട് പോകുമ്പോൾ അന്ന് എന്റെ റീഡിംഗ് ആയിരുന്നു. ആ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. എന്റെ സുപ്പീരിയർ അച്ഛന്റെ കൂടെ പഠിച്ച കുറച്ച് ഫോറിനേഴ്സ് അവിടെ വരുന്നുണ്ടായിരുന്നു. അവരന്ന് ദിവ്യബലിക്ക് ഉണ്ട്. അപ്പൊ ആ ദിവസത്തെ റീഡിംഗ് എനിക്കായിരുന്നു. അപ്പൊ അന്ന് വൈറ്റ് ഡ്രസ് ആയിരുന്നു ഇടേണ്ടത്, വെള്ള ഷർട്ടായിരുന്നു ഇടേണ്ടിയിരുന്നത്. ഞാൻ അത് ധരിക്കാനായിട്ട് ചെന്നപ്പോൾ എല്ലാം വാഷിങ്ങിനായിട്ട് ഇട്ടിരിക്കുന്നതുകൊണ്ട് ഒന്നും നല്ലതായിട്ടില്ല, എല്ലാം മുഷിഞ്ഞ് കിടക്കുകയായിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ വലിയ വിഷമിച്ചു. കാരണം സുപ്പീരിയർ അച്ഛൻ പെട്ടെന്ന് കോപിക്കുന്ന ഒരാളാണ്. പക്ഷെ എനിക്ക് അവിടെ വലിയ സഹായവും സ്നേഹമായിട്ട് എപ്പോഴും ഒരു റെക്വസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ എന്റെ ഡോർമിറ്ററിയുടെ തൊട്ടടുത്താണ് അച്ഛന്റെ റൂം. ഞാൻ ഈ ഡോർമിറ്ററിയുടെ മുൻപിലൂടെ വിഷമിച്ച് നിൽക്കും. കാരണം ഈ കുറച്ച് സമയം കൂടി ഉള്ളൂ കുർബാന തുടങ്ങുവാനായിട്ട്. എന്ത് ചെയ്യുമെന്ന് വിഷമിച്ച് നിൽക്കുമ്പോൾ എന്റെ റെക്ടർ അച്ഛൻ അടുത്തേക്ക് വന്നിട്ട് എന്നോട് പറഞ്ഞു, നിക്സൺ, നിനക്ക് ഇന്നൊരു ഗിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. എന്താണെന്ന് അത് അറിയില്ലല്ലോ, ഗിഫ്റ്റ് എന്താണെന്ന് അറിയാതെ ഞാനത് വാങ്ങി. അപ്പൊ അച്ഛൻ എന്നോട് പറഞ്ഞു, ഇതെന്താണെന്ന് എനിക്ക് അറിയില്ല, ഇത് നീ വാങ്ങിച്ചു എന്ന് പറഞ്ഞിട്ട്. അതായത് കഴിഞ്ഞ ദിവസം രാത്രി അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ ഒരു ശബ്ദം കേൾക്കുകയാണെന്നാണ് അച്ഛൻ പറഞ്ഞത്. അച്ഛൻ പറഞ്ഞത് ഇത് നിക്സന് കൊടുക്കാന്ന് പറഞ്ഞു. അച്ഛന്റെ ഒരു സുഹൃത്ത് കൊണ്ടു കൊടുത്ത ഒരു ഗിഫ്റ്റ് ആണ്. അച്ഛൻ അത് ടേബിളിന്റെ പുറത്ത് തന്നെയായിരുന്നു വെച്ചിരുന്നത്. അത് എന്താണെന്ന് അച്ഛൻ തുറന്നു പോലും നോക്കിയിട്ടില്ലായിരുന്നു. അപ്പൊ അച്ഛൻ ഈ ശബ്ദം കേട്ടപ്പോൾ അച്ഛൻ അത് നോക്കി, അത് അവിടെ ഒരു ഗിഫ്റ്റ് ഇരിപ്പുണ്ട്. അപ്പോൾ അത് കൊടുക്കാനാണ് പറയുന്നതെന്ന് അച്ഛൻ കേട്ടു. അച്ഛൻ അത് പിറ്റേ ദിവസം രാവിലെ എന്റെ കയ്യിലേക്ക് എത്തി. സ്നേഹമുള്ളവരെ, ഞാൻ ഇതെന്റെ ഡോർമിറ്ററിലേക്ക് കൊണ്ടുപോയി തുറന്നു നോക്കിയപ്പോൾ അതൊരു വൈറ്റ് ജുബയായിരുന്നു, ഒരു കുർത്ത പോലത്തെ ഒരു ജുബയായിരുന്നു. എന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയ ഒരു സന്ദർഭം. ഞാൻ ദൈവത്തോട് ആ സമയത്ത് ഞാൻ ഒത്തിരിയേറെ വിഷമിച്ചിരിക്കാൻ ഞാൻ ദൈവത്തെ അപ്പ എന്നൊക്കെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ നിൽക്കുന്ന ഒരു സമയമായിരുന്നു. അതങ്ങനെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാനത് ധരിച്ച് കുർബാനയ്ക്ക് ചെന്നു. റീഡിങ് കഴിഞ്ഞു. പല കണ്ണുകളും എന്നെ നോക്കുന്നത് ഞാൻ കണ്ടു. കുർബാനയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് എന്റെ ബ്രദേഴ്സ് ചോദിച്ചു, ഇത് നീ ഇത്രയും നാളും എവിടെ ഒളിപ്പിച്ചിരുന്നു? ഇത്ര മനോഹരമായൊരു വസ്ത്രം നീ എവിടെ ഒളിപ്പിച്ചിരുന്നു? ശരിക്കും അന്നൊരു സ്റ്റാർ ആയിട്ട് എനിക്ക് നിൽക്കാൻ പറ്റും. എന്റെ ആ സുപ്പീരിയർ അച്ഛനൊക്കെ എന്നെ നോക്കുന്നുണ്ടായിരുന്നു. കൂടെ വന്ന ഫോറിനേഴ്സ് ഒക്കെ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. സോ വളരെയധികം സ്നേഹം. കാരണം ഒന്നുമില്ലാതെ ഒരു ദാരിദ്ര്യാവസ്ഥയിൽ നിന്ന് അവിടെ എത്തിയിട്ട്, ശരി ഒരുപക്ഷെ ഞാൻ വസ്ത്രം അലക്കിയിട്ടിരുന്നെങ്കിൽ പോലും എനിക്ക് അത്ര മനോഹരമായൊന്നും ഉണ്ടാകുമായിരുന്നു. പക്ഷെ അന്ന് ദൈവം എന്നെ സ്നേഹിച്ചത് ഒരു പുതുവസ്ത്രം നൽകിയിട്ടായിരുന്നു. ഇതിനുശേഷം കുറേയധികം കാര്യങ്ങൾ സെമിനാരിയിൽ വെച്ചിട്ട് ദൈവസ്നേഹത്തെ കുറിച്ച് അനുഭവിക്കാൻ എനിക്ക് സാധിച്ചു. പല നിർണായക സമയങ്ങളിലും അപ്പ എന്ന് വിളിച്ച് ദൈവത്തെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു അപ്പൻ കൂടെ നിന്നുകൊണ്ട് ഒരു മകന് വേണ്ടി ചെയ്യുന്ന പല കാര്യങ്ങളും എനിക്ക് വേണ്ടി ചെയ്തു തന്നു. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാൻ ഈ ജീവിതം പോരാ. ഈ 2 വരികള് എനിക്ക് വേണ്ടി എഴുതപ്പെട്ടതാണെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചു. കാരണം എന്റെ ഇല്ലായ്മകളിലും എനിക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു പിതൃസ്നേഹത്തിലൊക്കെ ദൈവം എന്നെ കൂടെ കൊണ്ട് നടത്തിയ ഒരുപാട് അനുഭവം. ഏറ്റവും ഒടുവിലായിട്ട് 2023 ജൂൺ മാസത്തില് ഞാൻ വെന്റിലേറ്ററിൽ 4 ദിവസം വെന്റിലേറ്ററിലായിരുന്നു. കുറച്ചു ദിവസം ICUയിലുമായിരുന്നു. മരിച്ചു എന്ന് ഡോക്ടേഴ്സ് വിധി എഴുതിയ ദിവസമായിരുന്നു ആ ദിവസങ്ങളിലും. എനിക്ക് വേണ്ടി ഒത്തിരി പേർ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ മിസ്യൂ ടീമായിരുന്നു എന്നെ അതിനുവേണ്ടി എല്ലാം സഹായിച്ചിരുന്നു. ഞാൻ ഒന്നും അറിയാതെ ആദ്യത്തെ 2 ദിവസങ്ങൾ കഴിഞ്ഞു പോകുമ്പോൾ ഇടയ്ക്കൊക്കെ ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു നേഴ്സ് പറയുന്നത്, അദ്ദേഹത്തിന്റെ കാര്യം കഴിഞ്ഞു, തിരിച്ചു വരില്ലെന്ന ഡോക്ടർ പറയുന്നത്, ഇനി കുറച്ച് സമയങ്ങളേ ഉള്ളൂ. അപ്പോഴും എന്റെ ഉള്ളിൽ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കായിരുന്നു. കാരണം എന്നെ കൊണ്ടുവന്ന ദൈവം. ഏഷ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 1-ാം വാക്യത്തിൽ, യാക്കോബെ നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലിൽ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുൾ ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നീ എന്റേതാണ്. ഈ വചനം പലപ്പോഴും എനിക്ക് ആ കിടക്കുന്ന സമയത്ത് ഓർമ്മയുണ്ടായിരുന്നു. എനിക്ക് ദൈവത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന്. കാരണം എന്നെ മകനായി കാണുന്ന, ഞാൻ അപ്പനായി കാണുന്ന വ്യക്തിക്ക് വേണ്ടി ഒത്തിരി ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം എന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നതുകൊണ്ട് ഒരു അത്ഭുതം എന്ന് പറയട്ടെ, ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സന്ദർഭത്തിലായിരുന്നു ഞാൻ ആ വെന്റിലേറ്ററിൽ നിന്ന് ഒരു പുതു സൃഷ്ടിയായിട്ട് ഒരു പുനരുദ്ധാനം ചെയ്തതുപോലെ കടന്നു. തുടർന്ന് ഇതുവരെയും എന്റെ ദൈവം എന്നെ ഒത്തിരിയേറെ സ്നേഹിക്കുകയും അതിനേക്കാൾ ഉപരിയായിട്ട് ഒരപ്പനെ പോലെ എന്റെ കൂടെ നടക്കുകയും ചെയ്യുന്ന അനുഭവങ്ങൾ എനിക്ക് പലതും ഉണ്ടാകും. ആ ദൈവസ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് എത്രത്തോളം നന്ദി പറഞ്ഞു പോയാലും മതിയാകില്ല എന്ന് പറഞ്ഞു വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ ആശംസകൾ നിങ്ങൾക്ക് നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. താങ്ക് യു നിക്സൺ. അടുത്തത് സ്ലൈഡ് പ്രസന്റേഷൻ. ദൈവസ്നേഹത്തെ കുറിച്ച്
നമുക്ക് കൂടുതൽ അറിയുന്നതിനായി ഡോക്ടർ AJ അഗസ്റ്റിനെ ബഹുമാനപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. സ്നേഹമുള്ളവരെ, തോമസിലൂടെയും നിക്സണിലൂടെയും ഒക്കെ നമ്മൾ ദൈവസ്നേഹം ഇന്നും നമ്മുടെ കൂടെ നടക്കുന്ന, നമ്മുടെ കൂടെയുള്ള ഒരു വ്യക്തി ആണ് ദൈവമെന്നും, ആ ദൈവത്തിന് കഷ്ടതയുടെ അപ്പത്തിലും ക്ലേശത്തിന്റെ ജലത്തിലുമൊക്കെ സ്നേഹം ഒളിപ്പിച്ചു വെച്ച് നമ്മളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മുടെ കൂടെ നടക്കുന്ന ഒരു വ്യക്തിയായിട്ട് അനുഭവപ്പെടത്തക്ക തരത്തില് അവർ രണ്ടുപേരും ദൈവസ്നേഹത്തെ പറ്റി വളരെ മനോഹരമായിട്ട് നമ്മളോട് സംസാരിച്ചു കഴിഞ്ഞു. ആ ദൈവസ്നേഹത്തെ വചനത്തിന്റെ പിൻബലത്തില് എപ്രകാരമാണ് വിശുദ്ധ ഗ്രന്ഥം ഇതൾ വിരിച്ചു തരുന്നതെന്ന് നിങ്ങളുടെ മുമ്പിൽ ഒന്ന് അവതരിപ്പിക്കുക മാത്രമാണ് എനിക്കിനി ചെയ്യാനുള്ളത്. നാം ഈ സ്ലൈഡിൽ കാണുന്നു, ദൈവം നമ്മെ സ്നേഹിക്കുന്നു. കാരണം ദൈവ സ്നേഹം മാത്രമാണ്. ഈ സ്നേഹം നാം അനുഭവിച്ച് പങ്കുവെച്ച് ദൈവ കുടുംബമായി ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഇവിടെ ഒരു ദൈവ കുടുംബം എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ഒരു കുടുംബം നമുക്കറിയാം, അത് കൂടുമ്പോൾ ഇമ്പമുള്ളതാണെന്നൊക്കെ നമ്മൾ വളരെ കാവ്യാത്മകമായിട്ട് പറയുന്നുണ്ടെങ്കിലും അവിടെ അപ്പനും അമ്മയും മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്നു. മക്കള് പരസ്പരം സ്നേഹിച്ച്, അപ്പനെയും അമ്മയും സ്നേഹിച്ച് അവരെ അനുസരിച്ച് ജീവിക്കുന്നു. വളരെ മനോഹരമായ ഈ ലോകത്തിലെ ഒരു പർദീസ അനുഭവം. അങ്ങനെ ദൈവത്തിന്റെ സ്നേഹം നാം ഓരോരുത്തരും അനുഭവിച്ച്, ഇപ്പോഴ് നിക്സൺ പറഞ്ഞതുപോലെ ആ അപ്പന്റെ സ്നേഹം നാം അനുഭവിച്ച് പങ്കുവെച്ച് ഈ ലോകത്തിൽ ജീവിക്കുന്ന എല്ലാവരുമായിട്ട് ചേർന്ന് ദൈവ കുടുംബമായിട്ട് ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നമ്മളോടുള്ള ദൈവത്തിന്റെ സ്നേഹം വളരെ വ്യക്തിപരമാണെന്ന് തോമസിന്റെ അനുഭവത്തിലൂടെയും അനുഭവ സാക്ഷ്യം പറഞ്ഞ നിക്സണിലൂടെയും നമ്മൾ അറിയുകയായിരുന്നു. കാരണം ആ ദൈവം എന്നെ വളരെ വ്യക്തമായിട്ട് അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ടെന്ന് അവർ ബോധ്യപ്പെടുത്തി. നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ നമ്മൾക്ക് മനസ്സിലാക്കി തരുന്ന മറ്റൊരു വലിയ സത്യമാണ് എൻ്റെ ഇന്നലകളെയും ഇന്നിനെയും നാളെയും അറിയാവുന്ന എൻ്റെ ഒരു അപ്പൻ സ്വർഗത്തിലുണ്ടെന്നുള്ളത്. നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ തന്നെ കാണാൻ പറ്റുന്ന വലിയ ഒരു സ്നേഹം എന്താണെന്ന് തോമസ് പറഞ്ഞിരുന്നു. ഏദൻ തോട്ടത്തിൽ നിന്ന് ആദത്തെയും ഹൗവയെയും പുറത്താക്കിയത് അതെങ്ങനെയാണ് സ്നേഹമാവുക? വളരെ മനോഹരമായി നിർമ്മിച്ചു കൊടുത്ത ഏദൻ തോട്ടത്തില് സർവ്വ സൃഷ്ടികളോടും വളരെ സ്നേഹത്തോടുകൂടി കഴിഞ്ഞിരുന്ന ആദത്തെയും ഹൗവയെയും അതിൽ നിന്ന് പുറത്താക്കിയിട്ട് ഇനി അതിലേക്ക് കയറാതിരിക്കുവാൻ കെരൂബുകളെ കാവല് നിർത്തുന്നത് എപ്രകാരമാണ് സ്നേഹമാവുക? സ്നേഹമുള്ളവരെ, അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ആഴത്തില് ഒന്ന് ധ്യാനിക്കേണ്ടി വരും. എന്തിനാണ് അവരെ പുറത്താക്കിയത്? അവരെ പുറത്താക്കിയത് നന്മതിന്മയുടെ ഫലം ഭക്ഷിച്ചു കഴിഞ്ഞ് അവര് തന്നെ മനസ്സിലാക്കുകയാണ് അവര് നഗ്നരാണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ അത്തിമരത്തിന്റെ ഇലകൾ കൊണ്ട് തുന്നുണ്ടാക്കിയ വസ്ത്രം ധരിച്ച് മരത്തിന് മുകളിൽ പുറകില് ഒളിച്ചു നിൽക്കുന്ന ആദത്തെ, ആദം നീ എവിടെയാണെന്ന് ചോദിക്കുമ്പോഴേ ഞാൻ ഇവിടെയുണ്ട്, ഞാൻ നഗ്നനായതിനാൽ ഇവിടെ ഒളിച്ചിരിക്കുകയാണ്. ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഞാൻ തിന്നരുതെന്ന് പറഞ്ഞ പഴം നീ തിന്നോ? ഉവ്വ്, നീ ഇതെനിക്ക് തന്ന സ്ത്രീ അതെനിക്ക് തന്നു, ഞാൻ അത് കഴിച്ചു. നോക്കുക, നന്മയും തിന്മയും തമ്മില് അവന് മനസ്സിലായി. അവൻ പാപത്തിന്റെ അടിമയായി മാറി, ദൈവത്തിനോട് അനുസരണക്കേട് കാണിച്ച്. അങ്ങനെ അവൻ ആ ഒരവസ്ഥയില് ഇനി ജീവന്റെ ഫലവും കൂടി കഴിച്ചാൽ അവൻ ആ പാപത്തിന്റെ അവസ്ഥയില് അമരത്വത്തിലേക്ക് പോകും എന്ന് മനസ്സിലാക്കുന്ന ദൈവത്തിന്റെ സ്നേഹം, ആ പിതാവിന്റെ സ്നേഹം, അതുണ്ടാവാതിരിക്കാൻ, അവനെ തള്ളിക്കളയാതിരിക്കാൻ, നിത്യജീവന്റെ വൃക്ഷത്തിൽ നിന്ന് കൂടി ഭക്ഷിച്ച് നിത്യനാശത്തിലാകാതിരിക്കാൻ ആണ് അവരെ ഏദനിൽ നിന്ന് പുറത്താക്കിയത്. വീണ്ടും ഹാഗാറിനെ വ്യക്തിപരമായി അറിയാവുന്ന, അവളെ നന്നായി അറിയാവുന്ന ദൈവം അവളുടെ പുറകെ അന്വേഷിച്ച്
അവളുടെ യജമാനത്തിയായ സാറായിയോട് വഴക്കിട്ട് ഇവൾ ഗർഭിണിയായി കഴിഞ്ഞപ്പോൾ ഇവർ തമ്മിലുണ്ടായ ആ ഒരു സ്വരച്ചേർച്ച കൊണ്ട് ഇവളെ അവിടെ നിന്ന് ഭർത്താവിന്റെ അനുവാദത്തോടുകൂടി ഓടിക്കുമ്പോൾ അവളെ അന്വേഷിച്ചു ചെന്നിട്ട് ദൈവദൂതൻ ചോദിക്കുകയാണ്, സാറായിയുടെ ദാസിയായ ഹാഗാറേ, നീ എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു? ഉൽപ്പത്തി 16 അധ്യായത്തിലെ 8 വാക്യത്തിലാണ് നാം ഇത് വായിക്കുക. നോക്കുക, ഇവിടെ സാറായിയുടെ ദാസിയായ ഹാഗാറേ എന്നറിയാവുന്ന ദൈവദൂതന് ഇവൾ എവിടെ നിന്നാണ് വരുന്നതെന്നും എങ്ങോട്ടാണ് പോകുന്നതെന്നും അറിയാം എന്ന് നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ. പക്ഷേ നിന്നെ അറിയുന്ന, നിന്റെ കാര്യത്തിൽ ശ്രദ്ധയുള്ള ഒരു ദൈവമുണ്ട് എന്ന് അവളെ മനസ്സിലാക്കി കൊടുക്കാനാണ് അവളോട് സാറായിയുടെ ദാസിയായ ഹാഗാറേ എന്ന് അഡ്രസ് ഉൾപ്പെടെ ചോദിക്കുന്നത്. വീണ്ടും പൂർവ്വ ജോസഫിനെ നമ്മൾ കാണുന്നുണ്ട്. തൻ്റെ സഹോദരന്മാരാൽ തന്നെ ഈ ലോകത്തിൽ നിന്ന് അവന്റെ ജീവൻ നഷ്ടപ്പെടത്തക്ക ഒരവസ്ഥയിലേക്ക്, ഒരു പൊട്ടക്കിണറ്റിലേക്ക് തള്ളിയെറിയുകയും അവരുടെ ഒരു സഹോദരന്റെ ഇടപെടൽ കൊണ്ട് ഈജിപ്തിൽ നിന്ന് വന്ന ആ കച്ചവടക്കാർക്ക് വിറ്റ് ഈജിപ്തിലേക്ക് ഒരു അടിമയായിട്ട് പോയ ജോസഫിനെ നമുക്കറിയാം, പൂർവ്വപിതാവായ ജോസഫ്. ആ ജോസഫിനെ ആ കഥയിൽ നമ്മൾ ഇപ്രകാരമാണ്, അല്ലെങ്കിൽ ആ സംഭവത്തിൽ നമ്മൾ ഇപ്രകാരമാണ് കാണുന്നത്. അവന്റെ സഹോദരന്മാര് തന്നെ തിരിച്ചറിയാത്ത ഒരു സമയത്ത് ജോസഫ് അവരെ കണ്ടപ്പോൾ തന്നെ തിരിച്ചറിയുകയും അവനെ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ അവരുടെ സംഗമത്തിൽ വെച്ച് വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുമ്പോൾ ഈ സഹോദരന്മാരെല്ലാം താണു വീണ് അവനോട് മാപ്പപേക്ഷിക്കുന്ന ഒരവസ്ഥയില് ഉൽപ്പത്തി പുസ്തകം 45 അധ്യായം 7 വാക്യത്തില് ജോസഫ് പറയുന്നതായിട്ട് നാം ഇപ്രകാരം വായിക്കുന്നു: നിങ്ങൾക്ക് ഭൂമിയിൽ സന്തതികളെ നിലനിർത്താനും വിസ്മയകരമായ രീതിയിൽ രക്ഷ നൽകാനും വേണ്ടി ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പ് ഇങ്ങോട്ട് അയച്ചതാണ്. അതുകൊണ്ട് സങ്കടപ്പെടേണ്ടതും ക്ഷമ പറയേണ്ടതുമായ ഒരു കാര്യവുമില്ല. പൂർവ്വപിതാവായ ജോസഫിന്റെ ജീവിതത്തിൽ പൊട്ടക്കിണറിന്റെ അനുഭവങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഒത്തിരി ഉണ്ടായിരുന്നു എന്ന് ഈ ഉൽപ്പത്തി പുസ്തകത്തിന്റെ ഈ ഭാഗത്ത് വായിച്ചു പോകുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. അവിടെയെല്ലാം അവനെ കരുതിയിരുന്ന ഒരു അപ്പൻ, സ്വർഗത്തിലുള്ള ഒരു അപ്പൻ അവനെ കരുതിയിരുന്നു, സ്നേഹിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. മോശയെ നന്നായിട്ട് അറിയുന്ന ഒരു ദൈവം. മോശ ഈജിപ്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ, ദൈവത്തിന്റെ ജനത്തെ ആ അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി കാനാൻ ദേശത്തേക്ക്, തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്തേക്ക് നയിക്കണമെന്ന് പറയുമ്പോൾ മോശ അവനോടൊരു കൊച്ചുകുട്ടി കിണുങ്ങി പറയുന്നത് പോലെ പല പല കാര്യങ്ങൾ പറയുകയാണ്. ഒത്തിരി കാര്യങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. ഏറ്റവും അവസാനം എന്ന വണ്ണം പറയുകയാണ്, നീ ഞങ്ങളുടെ കൂടെ വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളെ ഇവിടുന്ന് പറഞ്ഞയക്കരുത്. നീ ഞങ്ങളുടെ കൂടെ വരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ മറ്റു ജനതകളെക്കാൾ ശ്രേഷ്ഠമാണെന്ന് മറ്റുള്ളവരറിയും. ഇങ്ങനെയെല്ലാം പറഞ്ഞ് ഞാൻ വരത്തില്ല, ഇങ്ങനെ ഇത് സമ്മതിക്കത്തില്ല എന്ന് വിചാരിച്ചും മോശയോട് കർത്താവ് പറയുകയാണ്, നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ ചെയ്യും. എന്തെന്നാൽ നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു, നിന്നെ എനിക്ക് നന്നായി അറിയാം. പുറപ്പാട് 33 അധ്യായത്തിലെ 17 വാക്യത്തിലാണ് നാം ഇക്കാര്യം വായിക്കുക. അങ്ങനെ അവരുടെ കൂടെ വരാമെന്ന് പറഞ്ഞ ആ ദൈവം തൻ്റെ വിശ്വസ്തത അവരെ കാണിച്ചു കൊടുക്കുവാനായിട്ട് പരിപാലിക്കുന്ന, സ്നേഹിക്കുന്ന ദൈവമാണെന്നറിയാൻ മറുതലിച്ച ആ ജനത്തിന് പകലിലുള്ള ചൂടില് അവർക്ക് മേഘസ്തംഭമായിട്ടും രാത്രിയിൽ ഇരുട്ടിൽ അവർക്ക് അഗ്നിസ്തംഭമായിട്ടും മരുഭൂമിയിലെ പാറയിൽ നിന്ന് ഉണങ്ങിയ വടി കൊണ്ടടിക്കുമ്പോൾ അതിൽ നിന്ന് ജലമായിട്ടും മഞ്ഞയായും കാടപ്പക്ഷിയായും അവരുടെ കൂടെ നടക്കുന്ന, അവരെ സ്നേഹിക്കുന്ന, പരിപാലിക്കുന്ന ദൈവമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ അധികം ബുദ്ധിയുടെ ഒന്നും ആവശ്യമില്ല. പുറപ്പാട് പുസ്തകം 16 അധ്യായം 35 വാക്യത്തിൽ ഇപ്രകാരം വായിക്കുകയാണ്: ഇസ്രായേൽക്കാർ മനുഷ്യവാസമുള്ള സ്ഥലത്ത് എത്തുന്നത് വരെ 40 വർഷത്തേക്ക് മന്ന ഭക്ഷിച്ചു. ഈ 40 വർഷത്തെ അവരുടെ ആ യാത്രയില് എത്ര പ്രാവശ്യം ഈ ദൈവത്തെ അവര് വെറുക്കുന്നു എന്നുള്ള രീതിയിൽ കാളക്കുട്ടികളെ ഉണ്ടാക്കുകയും അങ്ങനെ അതിനെ കണ്ടിട്ട് അതിൽ അരിശം പൂണ്ട മോശ തമ്പുരാൻ എഴുതി കൊടുത്ത കൽപ്പലകളെ എറിഞ്ഞുടയ്ക്കുന്നതായിട്ടും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ മറുതലിച്ച ഒരു ഇസ്രായേൽ ജനത്തെ മനുഷ്യവാസമുള്ള സ്ഥലത്തെത്തുന്നവരെ
ആ മരുഭൂമിയിലുള്ള അവരുടെ മരുഭൂമി അനുഭവത്തിലെ 40 വർഷത്തേക്ക് മന്നയും കാടപ്പക്ഷിയും അവർക്ക് കൊടുത്തു. കാനാൻ ദേശത്തിന്റെ അതിർത്തിയിൽ എത്തുന്നത് വരെ മന്നയാണ് അവർ ഭക്ഷിച്ചതെന്ന് നാം പുറപ്പാട് പുസ്തകത്തിൽ വായിക്കുകയാണ്. മോശയുടെ കാലം കഴിഞ്ഞ് അവരെ നയിച്ച ജോഷുവയുടെ കൂടെ നടക്കുന്ന ഒരു ദൈവത്തെ നമ്മൾ ജോഷുവയുടെ പുസ്തകത്തിൽ 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ പരിചയപ്പെടുന്നുണ്ട്. കർത്താവ് പറയുകയാണ്, നിന്റെ ആയുഷ്കാലത്ത് ഒരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല. ഞാൻ മോശയുടെ കൂടെ എന്ന പോലെ നിന്നോട് കൂടെയും ഉണ്ടായിരിക്കും. ജോഷുവയുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ പറഞ്ഞ വാക്ക് അവൻ പാലിക്കുന്നതായിട്ട്. എല്ലാ മനുഷ്യരെയും വളരെ കൃത്യമായി അറിയാവുന്ന ഒരു ദൈവത്തെ സങ്കീർത്തകൻ 139-ാമത്തെ അധ്യായത്തിൽ 16-ാമത്തെ വാക്യത്തിലൂടെ നമ്മെ പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അവിടെ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു, എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുൻപ് തന്നെ അവിടുത്തെ കണ്ണുകൾ എൻ്റെ കണ്ടു കഴിഞ്ഞു. എനിക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നാളുകൾ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ അങ്ങയുടെ പുസ്തകത്തിൽ അവ എഴുതപ്പെട്ടു എന്ന് തോമസിന്റെ സ്വന്തം അനുഭവത്തിലൂടെ നമ്മളോട് പറഞ്ഞപ്പോഴേ ഈ സങ്കീർത്തനം തോമസ് അവിടെ ഉദ്ധരിച്ചു. എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുൻപ് തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു കഴിഞ്ഞു. സ്നേഹമുള്ളവരെ, നമ്മളുമൊക്കെ ഈ ലോകത്തിൽ ഇന്ന് ആയിരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജന്മദിനം നമ്മളോട് ചോദിച്ചാൽ ചിലപ്പോൾ നമ്മൾ പറയുക നമ്മൾ ജനിച്ച ദിവസമായിരിക്കും. പക്ഷെ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ രൂപം കൊണ്ട ആ സമയമല്ലേ, അങ്ങനെ സ്നേഹിക്കുന്ന അതൊരു ആത്മാവിനെ തന്ന് ആ ദൈവത്തെ അറിഞ്ഞ് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ എന്നെ അനുവദിക്കുന്ന ആ ദൈവത്തിന്റെ സ്നേഹത്തെ പറ്റിയാണ് നമ്മളിപ്പോൾ ചിന്തിക്കുന്നത്. യെശയ്യാ 49:16 തൻ്റെ ഉള്ളം കൈയിൽ രേഖപ്പെടുത്താൻ തക്കവിധം നമ്മെ സ്നേഹിക്കുന്ന ദൈവത്തെ പറ്റി പറയുന്നുണ്ട്. എന്തിനാണ് ഉള്ളം കൈയിൽ രേഖപ്പെടുത്തുക? അവന് കൈയുടെ പുറത്തോ നെറ്റിയിലോ അവന്റെ തന്നെ പുറത്തോ ഒക്കെ എഴുതിയിരിക്കുന്നു എന്ന് പറയാമല്ലോ. നമ്മളൊന്ന് ആലോചിച്ച് നമ്മുടെ ചെറിയ ബുദ്ധിക്കകത്ത് നോക്കിയാൽ ഉള്ളം കൈയിലാണെങ്കിൽ ഏത് സമയത്തും ഞാൻ അറിയാതെ തന്നെ ഞാൻ ഉള്ളം കയ്യിൽ എഴുതിയിരിക്കുന്ന കാര്യം എനിക്ക് ഓർമ്മിക്കാൻ സാധിക്കും. ദൈവത്തിന് ഓർമ്മയില്ലാത്തത് കൊണ്ടല്ല, അതുപോലെ നമ്മളെ സ്നേഹിക്കുന്നു. ഇതാ നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന യെശയ്യായുടെ പുസ്തകത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് വേണ്ടി നല്ല പദ്ധതി ഒരുക്കുന്ന ഒരു ദൈവത്തെ, അവന്റെ സ്നേഹത്തെയാണ് നമ്മൾ ജെറമ്യായുടെ പുസ്തകം 29-ാം അധ്യായം 11-ാം വാക്യത്തില് വായിക്കുന്നത്. കർത്താവ് അരുളി ചെയ്യുകയാണ്, നിങ്ങളെ കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. അത് നിങ്ങളുടെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. എനിക്ക് ഇന്ന് ജീവിക്കാനുള്ള കാര്യം മാത്രമല്ല, ശുഭമായിട്ടുള്ളൊരു ഭാവിയും, ആ ഭാവിയിൽ എൻ്റെ പ്രത്യാശയില്, എനിക്ക് സ്നേഹത്തില് ഈ ലോകത്തിൽ ഐക്യത്തോടെ ജീവിക്കാനുള്ള പദ്ധതിയും അവിടെ നിന്ന് ഒരുക്കുന്നതായിട്ട് ജെറമ്യ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. യോനായുടെ സംഭവം നമ്മൾ യോനാ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. തൻ്റെ പദ്ധതി അനുസരിച്ച് താൻ പോകണം, തൻ്റെ വചനങ്ങൾ അവിടെ പറയണമെന്ന് പറഞ്ഞപ്പോൾ യോന അതിൽ നിന്ന് ഒളിച്ചോടുവാനായിട്ട് തയ്യാറാവുന്നു. ആ യോന കടലിലേക്ക് എറിയപ്പെടുന്ന അവസരത്തില് ഒരു വലിയ തിമിംഗലത്തെ അവിടെ ഒരുക്കി നിർത്തി അവന്റെ വയറിലേക്ക് അവനെ കൊണ്ടുപോവുകയും അവിടെ ആയിരിക്കുമ്പോഴേ ഈ യോനായുടെ ചിന്ത എന്തായിരിക്കുമെന്ന് ഒരു മാനുഷികമായിട്ട് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും. എല്ലാം ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് നടന്നു കഴിഞ്ഞപ്പോഴ് യോന പറയുന്നൊരു ഭാഗമുണ്ട്, അവിടുന്ന് ദയാലുവും കാരുണ്യവാനും ക്ഷമാശീലനും സ്നേഹനിധിയും ശിക്ഷിക്കുന്നതിൽ വിമുഖനുമാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. യോനായുടെ ദൈവത്തിനോടുള്ള ആ അറിവും ഒക്കെ എവിടുന്നായിരിക്കാൻ കിട്ടിയത് സങ്കീർത്തകന്? അതുപോലെയുള്ള പഴയ നിയമത്തിലെ ദൈവത്തിന്റെ സ്നേഹത്തെ പറ്റി യോന തീർച്ചയായും അറിഞ്ഞിരുന്നു എന്ന് നാം കരുതേണ്ടി വരും. വിദൂരത്തിൽ നിന്ന് കർത്താവ് അവന് പ്രത്യക്ഷനായി അരുളി ചെയ്ത്, എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലവും. ജെറമ്യ 31:3 നമ്മൾ ഇപ്രകാരമാണ് വായിക്കുക, അനന്തവും അചഞ്ചലവുമായ സ്നേഹം. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇത് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യമല്ലേ? പഴയ നിയമത്തിലെ ഇസ്രായേൽ ജനത്തിന് അവരോട് പറഞ്ഞ ആ വിശ്വസ്തതയും അവരോടുള്ള അചഞ്ചലമായ സ്നേഹവും അവൻ പ്രകടിപ്പിച്ച കാര്യങ്ങൾ നമ്മൾ മേഘസ്തംഭത്തിന്റെയും പാറയിലെ ജലത്തിന്റെയും കാടയുടെയും അല്ലെങ്കിൽ മന്നായിയുടെയും ഒക്കെ ആ ഉദാഹരണത്തിൽ നിന്ന് വ്യക്തമല്ലേ? അവന്റെ സ്നേഹം, വിശ്വസ്തത അചഞ്ചലമാണ്. ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് മോശയോട് പറഞ്ഞ ആ വാക്ക് അവൻ പാലിച്ചത് എങ്ങനെയാണ്? അത് മറ്റൊന്നും തരത്തിലല്ല,
അവരുടെ കൂടെ നടന്നുകൊണ്ട് അവന്റെ വിശ്വസ്തത അവൻ തെളിയിച്ചു. നാം പലപ്പോഴും ചിന്തിക്കും, നമുക്ക് ഇതങ്ങ് ചെയ്യാം, കാരണം ഇത് ദൈവം കാണില്ല. തമ്പുരാന് എല്ലാം കാണാൻ സാധിക്കുമെന്ന് ഈ സ്നേഹത്തിന്റെ അടയാളങ്ങൾ പറയുമ്പോൾ നാം ഒന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കുമെന്ന് തോന്നിയിട്ടാണ് ഇങ്ങനെയൊരു സ്ലൈഡും കൂടെ ഇതിനകത്ത് പറയുക. എല്ലായിടത്തുമുള്ള ദൈവത്തെ എനിക്ക് കാണാൻ കഴിയാത്ത വിധം ആർക്കെങ്കിലും രഹസ്യ സങ്കേതങ്ങളിൽ ഒളിക്കുവാൻ സാധിക്കുമോ? സ്വർഗവും ഭൂമിയും നിറഞ്ഞു നിൽക്കുന്നവനല്ലേ ഞാൻ? കർത്താവാണിത് ചോദിക്കുന്നതെന്ന് ജെറമ്യ 23-24 നമ്മൾ വായിക്കുന്നുണ്ട്. ഈ ലോകത്തിന്റെ ഏത് മൂലയിൽ നീ ഒളിച്ചാലും നീ ചെയ്യുന്നതെല്ലാം ഞാൻ അറിയുന്നുണ്ട്. നിന്റെ ഇന്നലകളെയും ഇന്നിനെയും നാളെയും എനിക്കറിയാം. പക്ഷെ എനിക്ക് ഒരു സ്വഭാവമേ ഉള്ളൂ, അത് സ്നേഹിക്കുന്ന സ്വഭാവം മാത്രമാണ്. അമ്മയെ പോലെ നമ്മെ സ്നേഹിക്കുന്ന, മനസ്സിലാക്കുന്ന ദൈവത്തെ യെശയ്യാ 49:15 നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. നൊന്ത് പ്രസവിച്ച ഒരു കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവില്ല എന്ന് എന്നെ കേൾക്കുന്ന അമ്മമാർക്കറിയാം. എല്ലാ മക്കളോടും പെറ്റമ്മ കരുണ മാത്രമേ കാണിക്കൂ എന്നും നമ്മുടെ ഈ ചെറിയ മനുഷ്യബുദ്ധിയില് നമുക്കറിയാമെങ്കിൽ തമ്പുരാൻ തരുന്ന ഒരു വാഗ്ദാനമുണ്ട്, അവൾ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. അങ്ങനെ സ്നേഹിക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ നമ്മുടെ മാതാപിതാക്കള് മക്കളെ സ്നേഹിക്കുന്നതിൽ അധികമായി ദൈവം നമ്മെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുക. നമ്മളൊക്കെ നമ്മുടെ ജന്മം കൊടുത്ത മക്കളെ എങ്ങനെയാണ് സ്നേഹിക്കുന്നത്? അത് കരങ്ങളിലെടുത്ത് മാറോട് ചേർത്ത് അവർക്ക് മുത്തം നൽകി നമ്മുടെ സ്നേഹം പ്രകടിപ്പിക്കാറുണ്ട്. ഈ പടത്തിൽ നമ്മൾ കാണുന്നത് പോലെ ഈ പ്രായത്തില് അപ്പനും അമ്മയും അവരെ എന്നും അവരോട് ചേർത്ത് അവർക്ക് മുത്തം നൽകി അവരുടെ സ്നേഹം പ്രകടിപ്പിക്കുന്നു. നോക്കുക, പഴയ നിയമത്തില് നമ്മൾ വായിക്കുന്നത് ഇപ്രകാരമല്ലേ? ഹോസിയായുടെ പുസ്തകം 11-ാം അധ്യായം 3-ാം വാക്യം ഇപ്രകാരം പറയുന്നു, ഞാൻ അവരെ എൻ്റെ കരങ്ങളിൽ എടുത്തു. പറയുന്നത് ആരാണ്? കർത്താവ്. യെശയ്യാ 40:11 നമ്മൾ വായിക്കുകയാണ്, അവിടുന്ന് ആട്ടിൻകുട്ടികളെ കരങ്ങളിലെടുത്ത് ചേർത്ത് മാറോടണച്ച് തള്ളയാടുകളെ സാവധാനം നയിക്കുന്നു. നാം ഒക്കെ ആ വലിയ ഇടയന്റെ ആട്ടിൻകുട്ടികളാണ്. അവൻ നമ്മളെ കരങ്ങളിലെടുത്ത് ചേർത്ത് പിടിച്ച് മാറോടണച്ച് മുത്തം നൽകി ഒരു നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിച്ചു എന്ന് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. സ്വയം നടക്കാൻ കഴിവുള്ളവരാകുന്നത് വരെ നമ്മളൊക്കെ മക്കളെ കൈപിടിച്ച് നടത്തി നമ്മുടെ സ്നേഹം പ്രകടിപ്പിക്കുന്നു. നാം വചനത്തിൽ എങ്ങനെയാണ് വായിക്കുക? ഹോസിയ വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, എഫ്രായിമിനെ നടക്കാൻ പഠിപ്പിച്ചത് ഞാനാണ്, അതുകൊണ്ട് കഴിയുന്നില്ല. യെശയ്യാ 30:21 നമ്മളോട് പറയുകയാണ്, നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്നൊരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, ഇതിലെ പോവുക. നമ്മുടെ മനസാക്ഷിയുടെ സ്വരമായിട്ട് നമ്മുടെ ഉള്ളിൽ നിക്ഷേപിച്ചിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഓരോ സമയത്തും നമുക്ക് തരേണ്ട കൃത്യമായ നിർദ്ദേശങ്ങൾ തരുന്നുണ്ട്. നീ വലത്തോട്ടോ ഇടത്തോട്ടോ എവിടേക്ക് തിരിയുമ്പോഴും നിന്റെ കാതുകൾ പിന്നിൽ നിന്നൊരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, ഇതിലെ പോവുക. ആ ദൈവം നമ്മുടെ കൂടെ നടന്ന് നമ്മളുടെ മനസാക്ഷിയുടെ സ്വരമായിട്ട് സംസാരിക്കുന്നു. നമ്മൾ അവനെ ചെവി കൊടുക്കാറുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. വീണ്ടും നമ്മൾ വചനത്തിൽ വായിക്കുകയാണ്, ഞാൻ കുനിഞ്ഞ് അവർക്ക് ഭക്ഷണം നൽകി. സ്വയം ഭക്ഷിക്കാൻ കഴിവുള്ളവരാകുന്നത് വരെ നാമും ഒക്കെ കുഞ്ഞായിരിക്കുമ്പോഴേ നമ്മുടെ അപ്പനോ അമ്മയോ മുതിർന്നവരോ നമുക്ക് ഭക്ഷണം വാരി വായിൽ വെച്ച് നൽകിയതുപോലെ ഞാൻ കുനിഞ്ഞവർക്ക് ഭക്ഷണം നൽകിയെന്ന് വചനത്തിൽ നമ്മൾ വായിക്കുന്നു. ഇത്രയൊക്കെ കേട്ട് കഴിയുമ്പോൾ നമുക്കൊരു സംശയം തോന്നും, ആരെയായിരിക്കും ദൈവം ഏറ്റവും അധികം സ്നേഹിക്കുന്നത്? നമുക്കറിയാം, നമ്മൾ സ്നേഹിക്കുന്നത് ആരെയാ? നമുക്ക് ഉപകാരം ചെയ്യുന്നവരെ, നമ്മളോട് സ്നേഹം കാണിക്കുന്നവരെ. തീർച്ചയായിട്ടും നമ്മളെ ഉപദ്രവിച്ചവരെ നമ്മൾ സ്നേഹിക്കണമെന്ന് വചനമൊക്കെ പറയുന്നുണ്ടെങ്കിലും മാനുഷിക ബുദ്ധിയില് പലപ്പോഴും നമുക്കതിന് പറ്റാതെ വരും. നന്മ ചെയ്യുന്നവരെയാണോ ദൈവം കൂടുതൽ സ്നേഹിക്കുക? അതോ പാപികളെയാണോ? പാപത്തിൽ നിന്ന് പിന്തിരിയുന്നവരെയാണോ? അതോ ഇനി ഒരിക്കലും പാപം ചെയ്യാത്തവരെയാണോ? ആരെയായിരിക്കും?
ഇതിന്റെ ഉത്തരം ഇതാണ്: ദൈവം എന്നെ എൻ്റെ ഏതവസ്ഥയിലും വ്യക്തിപരമായിട്ട്, അവൻ പ്രത്യേകിച്ച് വ്യവസ്ഥകളൊന്നും ഇല്ലാതെ ഞാൻ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥ, അത് പാപാവസ്ഥയാവാം, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന അവസ്ഥയാവാം, ആ അവസ്ഥയിലെ അവന്റെ സർവശക്തിയോടും കൂടെ സ്നേഹിക്കുന്നു. ആ സ്നേഹം ഞാൻ അനുഭവിച്ചറിയണമെന്നും മറ്റുള്ളവരുമായി പങ്കുവെച്ച് ജീവിക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. സ്നേഹമുള്ളവരെ, നമ്മുടെ വരുന്ന ഒരാഴ്ച മുഴുവൻ നമ്മൾ ചിന്തിച്ച് ഉറപ്പിച്ച് നമ്മൾ ഈ നിത്യസത്യത്തെ നമ്മുടേതാക്കണം, നമ്മുടെ സ്വന്തമാക്കണം. എന്താണ്? ദൈവം എന്നെ വ്യക്തിപരമായിട്ട് വ്യവസ്ഥകളില്ലാതെ സാറായിയുടെ ദാസിയായ ഹാഗാറിനെ പോലെ, മോശയെ പോലെ, ജോഷുവയെ പോലെ, യോനയെ പോലെ വ്യക്തിപരമായിട്ട്, യോന ചെയ്ത പാപത്തിന്റെ അവസ്ഥയിലും വ്യവസ്ഥകളില്ലാതെ അവനെ സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ, ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ അവനെ സ്നേഹിക്കാവുന്ന അത്രയും ശക്തിയോടെ എന്നെ സ്നേഹിക്കുന്നു. ആ സ്നേഹം ഞാൻ അനുഭവിച്ചറിയണം, അത് മറ്റുള്ളവരുമായി പങ്കുവെച്ച് ജീവിക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടിയാണ് ആദി മാതാപിതാക്കളെ അവൻ ജന്മം കൊടുത്തതും ആ സ്നേഹത്തിൽ വളർന്ന് അവനോടൊരു കൂടെ ഒരു ദൈവ കുടുംബമായിട്ട് കഴിയണമെന്നുള്ള അവന്റെ ആഗ്രഹം കൊണ്ട് എല്ലാ ദിവസവും വെയിലാറുമ്പോൾ ആ ആദി മാതാപിതാക്കളുടെ കൂടെ ഉലാത്തുന്ന ഒരു ദൈവത്തെ ഉൽപ്പത്തി പുസ്തകം നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. ഇന്നത്തെ മാർപ്പാപ്പയായിരിക്കുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഫ്രത്തേലി തൂത്തി എന്ന് പറയുന്ന ചാക്രിക ലേഖനത്തിലെ പാപ്പ നമ്മളോട് പറയുകയാണ്, എല്ലാവരും സഹോദരന്മാരാണ്, ഭൂമി പൊതുഭവനമാണെന്ന്. സ്നേഹമുള്ളവരെ ഒന്ന് ആലോചിക്കുക. നമ്മൾ കെട്ടിവെച്ചിരിക്കുന്ന അതിർവരമ്പുകളും നമ്മുടേതെന്ന് നമ്മൾ കരുതുന്ന കാര്യങ്ങളുമൊക്കെ എല്ലാവരുമായിട്ട് പങ്കുവയ്ക്കുകയും ഈ ലോകത്തിലുള്ള ഭൂമിയും അതിൻ്റെ സർവ്വസമ്പത്തും എല്ലാവർക്കും തുല്യമായി കൊടുക്കുകയും ചെയ്യാൻ പറ്റിയാൽ ഇതല്ലേ ദൈവം ആഗ്രഹിച്ച പർദീസ? പക്ഷെ നമ്മുടെ സ്വാർത്ഥത കൊണ്ട് നമ്മൾ കൂട്ടിവെക്കുന്നു, ആർക്കും കൊടുക്കാതെ വയ്ക്കുന്നു, കുറച്ചു മാത്രം കൊടുക്കുന്നു. അങ്ങനെ കൊടുക്കുമ്പോഴേ പാപ്പ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, എല്ലാവരും സഹോദരന്മാരാണ്, ഭൂമി പൊതുഭവനമാണെന്ന്. സ്നേഹമുള്ളവരെ, ദൈവം വ്യക്തിപരമായിട്ട് യാതൊരു വ്യവസ്ഥകളും കൂടാതെ അവന്റെ സർവശക്തിയോടും കൂടി എന്നെ സ്നേഹിക്കുന്നെന്നും ഞാൻ ആ സ്നേഹം പങ്കുവെച്ച് അനുഭവിക്കണമെന്നും ഒരു ദൈവ കുടുംബമായിട്ട് ഈ ഭൂമി ഒരു പൊതുഭവനമായിട്ട് കണ്ട് ദൈവത്തിന്റെ സകല സൃഷ്ടികളോടും ആ സ്നേഹത്തില് ഒരുമിക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. ഏതായാലും നമ്മളിപ്പം തോമസിന്റെയും നിക്സന്റെ സാക്ഷ്യത്തിലൂടെയും അഗസ്റ്റിൻ സാറിന്റെ പ്രസന്റേഷനിലൂടെയും എല്ലാം ഇപ്പൊ എല്ലാവർക്കും നല്ലോണം മനസ്സിലായല്ലേ? ദൈവം നമ്മളെ ഓരോരുത്തരെയും ദൈവം സ്നേഹമായിരുന്നു. അവരെല്ലാരും പറഞ്ഞു ദൈവം സ്നേഹമാണെന്നും നമുക്ക് ദൈവ സ്നേഹത്തിന് പൂർണ്ണതയ്ക്ക് കൂടാനും പറയാനൊന്നും പറ്റിയല്ലോ. ആ പൂർണ്ണതയുടെ സ്നേഹം പൂർണ്ണതാണ്, കൂടാനും പറ്റിയല്ല, പറയാനും പറ്റിയല്ല. അതുകൊണ്ട് നമ്മളെല്ലാരെയും അഗസ്റ്റിൻ സാറ് കാണിച്ചല്ലോ, പറഞ്ഞു ഭാവിയെയാണോ ഉണ്ണിയാനെയാണോ പശ്ചാത്തപിക്കുന്ന ഭാവിയെയാണോ ഏറ്റവും അധികം നന്മ ചെയ്യുന്നവരെയാണോ ആരെയാ കൂടുതൽ സ്നേഹിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നത് കേട്ടില്ലേ? അപ്പൊ ആരെയാ ദൈവം കൂടുതൽ സ്നേഹിക്കുന്നത്? ദൈവം നമ്മളെ എല്ലാരെയും നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്ന വിധം വ്യക്തിപരമായി വ്യവസ്ഥകളൊന്നും കൂടാതെ നമ്മളിപ്പോൾ ആയിരിക്കുന്ന വിധം ദൈവത്തിന്റെ സർവശക്തിയോടെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യമാണ് ഇവരിലൂടെ എല്ലാം പല വിധത്തിലും ഉദാഹരണങ്ങളും കഥകളും അനുഭവങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടവരൊക്കെ നമ്മളോട് പറയുകയായിരുന്നു. അപ്പം എന്നിട്ട് പറഞ്ഞു, ഈ സ്നേഹം നമ്മൾ അനുഭവിച്ചറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അനുഭവിച്ചാൽ മാത്രം പോരാ, നമ്മിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മളുമായി ബന്ധപ്പെടുന്ന എല്ലാവരിലേക്കും ഒഴുകിയെത്തണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കേട്ടത്. God wants us to be a channel, each one of us to be a channel of God's personal, unconditional, perfect love. ദൈവത്തിന്റെ വ്യവസ്ഥകളൊന്നും കൂടാതെ സർവശക്തിയോടെ സ്നേഹിക്കുന്ന സ്നേഹത്തിന്റെ പ്രവാഹം, ഒഴുക്ക്, പൈപ്പ് ആയിത്തീരണം നമ്മളുമായി ബന്ധപ്പെടുന്നവർക്ക് എല്ലാവർക്കും എന്നാണ് ഈ ആഴ്ചയില്
നമ്മൾ ശരിക്കും ഈ ഒരു സത്യം സംഭവം നമ്മൾ ഇങ്ങനെ ബൈബിളിലൂടെ പഴയ നിയമത്തിലൂടെ ഒക്കെ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടു, വാക്യങ്ങൾ പലത് കണ്ടു. അതിലൂടെയൊക്കെ ദൈവം അങ്ങനെ കാണിക്കുക. നമുക്കറിയാം, നമ്മള് പെറ്റമ്മ മറന്നാലും മറക്കാലെന്നാ പറഞ്ഞത്. പെറ്റമ്മ മറക്കുന്ന കാര്യങ്ങളൊക്കെ ഭൂലോകത്തിലുണ്ടെന്ന് നമുക്കറിയാം. തോമസ് ഉദാഹരണം പറഞ്ഞില്ലേ, അനുഭവം പറഞ്ഞില്ലേ, നിക്സന്റെ കഥകള് ഉദാഹരണങ്ങളൊക്കെ നമ്മൾ കേട്ടില്ലേ. നമ്മുടെ നമുക്ക് എല്ലാവർക്കും പേഴ്സണൽ എക്സ്പീരിയൻസസ് ഉണ്ടല്ലോ. ഈ ദൈവം നമ്മളെ സ്നേഹിക്കുന്ന പോലൊന്നും നമ്മളെ സ്നേഹിക്കാന് ഈ ലോകത്തിൽ ആർക്കും പറ്റുകയില്ലെന്നും, അതുപോലെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ നമുക്ക് ആർക്കും പറ്റുകയില്ലെന്നും ഒക്കെ നമുക്കറിയാം. എന്നാലും ഇങ്ങനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൈവമാണെങ്കിൽ ആ സ്നേഹം ഒന്ന് അനുഭവിക്കാൻ അതിന് ബ്ലോക്കുകൾ ഉണ്ടാകാം. ഏറ്റവും പ്രധാനപ്പെട്ട ബ്ലോക്ക് നമ്മുടെ ക്ഷമതയുടെ സ്നേഹക്കുറവ് നമ്മൾ ഒഴുക്കാത്തത് കൊണ്ടാണ്, കെട്ടിക്കിടക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് നമുക്ക് ഈ ഒരാഴ്ചയില് ഒന്ന് പ്രത്യേകിച്ച് നോക്കാം. നമ്മളിങ്ങനെ മാറ്റി നിർത്തിയിരിക്കുന്ന, നമ്മുടെ സ്നേഹപ്രവാഹത്തിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്ന ആരെങ്കിലും ഈ ഭൂലോകത്തിലുണ്ടോ എന്നൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കുന്നത് നല്ലതാ. ഉണ്ടായിരിക്കുമാവോ? അല്ലെ നമ്മളെ മൈൻഡ് ചെയ്യാത്ത, നമ്മളെ സ്നേഹിക്കാത്ത, നമ്മളെ കരുതാത്ത വല്ലൊരു ഒക്കെ രോഗത്തിലുണ്ടോ എന്നൊക്കെ ഒന്ന് ഒരു ലിസ്റ്റ് ഉണ്ടാക്കുന്നത് നല്ലതാണ്. ശരിക്ക് ലിസ്റ്റ് ഉണ്ടാക്കുക മാത്രമല്ല, ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ശരിക്ക് എനിക്ക് സ്നേഹിക്കാൻ പറ്റാത്ത, ക്ഷമിക്കാൻ പറ്റാത്ത, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത, എനിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാനാവാത്ത വല്ലവരൊക്കെ ഉണ്ടാകിയാല് അവരുടെയൊക്കെ പേരുകളൊന്ന് എഴുതി ദൈവമേ ഇവരിലേക്ക് അങ്ങയുടെ സ്നേഹം ഒഴുക്കണമേ, എന്നിലൂടെ അങ്ങയുടെ സ്നേഹം അവരിലേക്ക് ഒഴുകട്ടെ. ഒരു ലാഡർ ഓഫ് റെക്കൺസിലിയേഷൻ, സ്നേഹത്തിന്റെ ഒരു കോണിപ്പടി എന്നൊക്കെ പറഞ്ഞ് ഒരിക്കല് ഞാൻ ക്ലാസ് കേട്ടതും ഓർക്കുന്നുണ്ട്. അത് ഈശോ പറയുന്ന വാക്കുകളിലൂടെയാ. അതായത് ശത്രുക്കളെ സ്നേഹിക്കുവിൻ, അവർക്ക് നന്മ ചെയ്യുവിൻ, അവരെ അനുഗ്രഹിക്കുവിൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. അതുപോലെ നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ പേരുകളൊക്കെ എഴുതിയിട്ട് ശരിക്കും കർത്താവെ ഈ വ്യക്തിയെ അനുഗ്രഹിക്കണമേ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലെ സ്നേഹം വരുവേ. എന്നിട്ട് അവരെ ബ്ലസ് ദം, അവരെ അനുഗ്രഹിച്ച് അവർക്ക് നന്മ വരണമെന്നൊന്ന് ആഗ്രഹിക്കും. എന്നിട്ട് അവരെ കുറിച്ച് 4 നന്മയൊന്ന് പറയാനും കൂടെ തുടങ്ങിയാൽ സൂപ്പർ ആയിരിക്കും. മാത്രമല്ല എന്നിട്ട് നമ്മളാകുന്ന എന്തെങ്കിലുമൊക്കെ നന്മകളെ അവർക്കൊന്ന് ചെയ്യാനും, എന്നിട്ട് അവരെ അങ്ങ് സ്നേഹിക്കാൻ നമ്മളൊന്ന് ശ്രമിച്ചാൽ ഈ ആഴ്ചയിൽ തന്നെ നമുക്ക് ഈ ഒരു സ്നേഹത്തിന്റെ ആഴമേറിയ അനുഭവം ഉണ്ടാകും. തോമസ് നമ്മളോട് പറഞ്ഞില്ലേ, ആ 10ാമത്തെ കുഞ്ഞായിട്ട് അമ്മയുടെ ഉദരത്തിൽ വെച്ചപ്പം കുഞ്ഞിനെ കണ്ടിട്ടും കേട്ടിട്ടൊന്നും അല്ല, എന്നാലും ഒരു ഭാരമെന്ന് തോന്നി, വേണ്ടെന്ന് വെച്ചേക്കാമെന്ന് കരുതി. പക്ഷെ ഇന്ന് ഭൂലോകത്തിന് മുഴുവനും, സഭയ്ക്ക് മുഴുവനും, നമ്മുടെ മിസ്യോ ടീമിനൊക്കെ ഇത്രയും അനുഗ്രഹമായിരിക്കുന്ന ആ മനുഷ്യൻ അന്ന് പോയിരുന്നെങ്കിൽ, നിക്സൺ അതുപോലെ പറഞ്ഞില്ലേ, അയ്യോ ജീവിക്കുകയില്ലെന്ന് പറഞ്ഞു കിടന്ന മനുഷ്യൻ അവിടുന്ന് ഇല്ലാതായി പോയിരുന്നെങ്കിൽ നമുക്ക് എന്തൊരു നഷ്ടമായി പോയേനെ. നമ്മളുടെ ഒക്കെ ജീവിതത്തിൽ അങ്ങനെയാണ്. അപ്പൊ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടായ അനുഭവങ്ങളുണ്ടെങ്കിൽ അവിടെയൊക്കെ തമ്പുരാന്റെ ആ സംരക്ഷണം ഒന്നോർത്ത് ദൈവത്തിന് നന്ദി പറയുകയും, ഇതുപോലെ നമുക്ക് സ്നേഹിക്കാൻ പറ്റാത്തവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുകയും, നമ്മളെ സ്നേഹിക്കാതെ ഒഴിഞ്ഞു മാറി നടക്കുന്ന വല്ലവരും ഉണ്ടെങ്കിൽ അവരോടൊന്ന് മാപ്പ് ചോദിക്കുകയും, ഈ ആഴ്ചയിലെ പരമാവധി ആ ഒരു റെക്കൺസീലിയേഷൻ, ഒരു ക്ഷമ കൊടുക്കാനും ക്ഷമ സ്വീകരിക്കാനും ഒന്ന് നമുക്ക് ശ്രമിക്കാം. അങ്ങനെയാണെങ്കിൽ ശരിക്കും ഈ ഒരാഴ്ചയിൽ നമുക്ക് സ്നേഹത്തിൽ ഇങ്ങനെ കുറേ അങ്ങ് വളരാൻ സാധിക്കും. അങ്ങനെയൊന്ന് വളർന്നു കഴിഞ്ഞാൽ നമ്മൾ മാത്രമല്ല, നമ്മളുമായി ബന്ധപ്പെടുന്ന അനേകരുടെ ജീവിതത്തിലേക്കും ദൈവത്തിന്റെ സ്നേഹം ഇങ്ങനെ കുറവ് കൂട്ടി നമ്മുടെ ജീവിതത്തിലൂടെ തന്നെ ഒഴുകുന്നത് നമുക്ക് കാണാനാകും. ഈ ഒരു സെഷനിലൂടെ ഇന്ന് നമ്മൾ കാണുന്നത്, ഈ ദൈവം അബ്രാഹത്തോടോ മോശയോടോ ഇസ്ഹാക്കിനോടോ യാക്കോബിനോടോ ദാവീദിനോടോ ആരോട് പറഞ്ഞാലും നമ്മളോടെല്ലാം മുഖത്തോടെ ഇല്ലെന്ന് പറഞ്ഞല്ലോ, നമ്മളോടൊക്കെ പറയുന്ന കാര്യങ്ങളാ. അപ്പൊ അവരോടൊക്കെ പറഞ്ഞ കാര്യങ്ങൾ നമ്മളോടുമുള്ള കാര്യങ്ങളാണ്. ഈ ആഴ്ചയിൽ നമുക്കറിയാം, എല്ലാ ദിവസവും ദൈവസ്നേഹത്തെ കുറിച്ചുള്ള ഓരോ വാചകങ്ങള് നമ്മൾ ചിന്തിക്കാനും പ്രാർത്ഥിക്കാനും ധ്യാനിക്കാനും അത് എഴുതിയിടാനും ഒക്കെ സബ് ഗ്രൂപ്പുകളിലൊക്കെ. അപ്പം ഈ വാചകങ്ങള് പരമാവധി ദൈവസ്നേഹത്തെ കുറിച്ചുള്ള പരമാവധി വാക്യങ്ങള്
ഓരോരുത്തരും ഒന്ന് വേണേ ഒരു ബുക്കിനകത്ത് എഴുതി വെക്കുന്നത് സൂപ്പർ ആയിരിക്കും കേട്ടോ. അങ്ങനെയൊക്കെ നമ്മൾ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്യുമ്പോൾ വലിയ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഈ ഒരാഴ്ച ഈ വ്യക്തിപരമായി വ്യവസ്ഥകളൊന്നും കൂടാതെ നമ്മളായിരിക്കുന്ന വിധം നമ്മളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ ആ ഒരു സ്നേഹം ഇങ്ങനെ ഒഴുകി വന്ന് നമ്മളിൽ നിറയുന്നത് കാണാൻ അനുഭവിക്കാൻ നമുക്കിടയാകട്ടെ. നമ്മളിൽ നിറയുമ്പോഴേക്ക് നമ്മൾ അറിയാതെ നമ്മളിലൂടെ മറ്റുള്ളവരിലേക്കും ഒഴുകും. നമ്മളെയൊക്കെ ദൈവം ഈ ലോകത്തിൽ വെച്ചിരിക്കുന്നത് സാർ പറഞ്ഞല്ലോ, പദ്ധതി ഒരുക്കുന്ന ദൈവമാണ്. നിങ്ങളെ കുറിച്ചുള്ള പദ്ധതി എന്റെ മനസ്സിലുണ്ട്. നാശത്തിനുള്ള പദ്ധതി അല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും കവരുന്ന പദ്ധതിയാ. പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങൾ എന്നെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും, നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടവരുത്തുമെന്നൊക്കെ. ഈ ഇടവരുത്തുന്ന പരിപാടികൾ പലതുമുണ്ട് ദൈവത്തിന് കേട്ടോ. അതൊക്കെ നമ്മൾ ഇങ്ങനെ അതിലൂടെയൊക്കെ ദൈവത്തെ കണ്ടെത്താൻ ഇടവരുത്തുന്നതാണെന്ന് എപ്പോഴും ഓർത്തുകൊണ്ട് ദൈവമേ അവിടുന്ന് ഇത്രയും എനിക്ക് അനുഭവിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും പറ്റുന്നില്ലെങ്കിലും എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ലെങ്കിലും എന്നെ ഇത്രയധികം സ്നേഹിക്കുന്ന അങ്ങേക്ക് നന്ദി എന്നൊക്കെ ചുമ്മാ ദൈവത്തോടൊന്ന് പറഞ്ഞു നോക്കെ. പറയാൻ തോന്നിയിട്ടാകണമെന്നില്ല, ചുമ്മാ നമുക്കൊന്ന് പറയാം. ദൈവമേ അവിടുന്ന് എന്നെ ഒത്തിരി, ദൈവം സ്നേഹമാണ്, സ്നേഹത്തിന്റെ പൂർണ്ണതയാണ്. പൂർണ്ണതയ്ക്ക് കുറയാനും കൂടാനും പറ്റുകയില്ല. എല്ലാവരിലേക്കും നിരന്തരം ആഴമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആ സ്നേഹം നമ്മളിലേക്കും ഒഴുകുന്നതിൽ ഈ ഒരാഴ്ച നമുക്കൊന്ന് നിന്നു കൊടുക്കാം. നമ്മളെ ദൈവത്തിന്റെ അടുക്കല് നിന്നു കൊടുത്താൽ മതി. ദൈവം ശരിക്കും, ദൈവം ഇങ്ങനെ വാതിൽക്കൽ നിന്ന് മുട്ടുകയല്ലേ. ഒരു വേളൊക്കെ പറയുന്നത്, ഇതാ ഞാൻ വാതിൽക്കൽ നിന്നുകൊണ്ട് മുട്ടുന്നു, ആരെങ്കിലും എന്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ അവനോടുകൂടി ഞാൻ എന്നാ പറയുന്നത്. അപ്പൊ അങ്ങനെ നമ്മുടെ ഹൃദയവാതിൽക്കൽ സ്നേഹവുമായി മുട്ടുന്ന ദൈവത്തിനായിട്ട് നമ്മുടെ ജീവിതങ്ങളെ ഒന്ന് തുറന്നു കൊടുക്കാം. എന്നിട്ട് ദൈവമേ അവിടുത്തെ സ്നേഹം എന്നിലേക്ക് നിറഞ്ഞൊഴുകട്ടെ. ഇങ്ങനെ ഈ ആഴ്ചയിലൊന്ന് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാവർക്കും വലിയ സൗഖ്യവും വലിയ സ്നേഹ അനുഭവവും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. നിങ്ങളും സംശയിക്കേണ്ട കേട്ടോ. പലപ്പോഴും ദൈവത്തിന്റെ സ്നേഹം ഒഴുകാൻ തടസ്സം വെക്കുമ്പോഴാണ് പല രോഗങ്ങളും നമുക്ക് വരുന്നത്. ഒന്നങ്ങോട്ട് തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ ആ സ്നേഹം ഇങ്ങോട്ട് വന്ന് നിറഞ്ഞൊഴുകി ശരിക്കും എല്ലാത്തെയും തട്ടിക്കീഴ്. നമുക്കറിയാമല്ലോ, കെട്ടിക്കിടക്കുന്ന വെള്ളം അഴുക്കാകും. ഇവന് നമ്മുടെ ജീവിതവും സ്നേഹം ഒഴുകാൻ അനുവദിക്കാതെ, ദൈവത്തിന്റെ ഒഴുകാൻ അനുവദിക്കാത്ത മുകളിൽ നിന്ന് കഴുകുകയല്ല. അതായത് നമ്മുടെ ഹൃദയം ഇങ്ങനെ ഒരു ദൈവത്തിന്റെ സ്നേഹം ഒഴുകി വരുമ്പോൾ നമ്മളുമായി ബന്ധപ്പെട്ടവരിലേക്കെല്ലാം ആ സ്നേഹം ഒഴുകി പോകാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഒരാൾക്കെതിരായിട്ട് നമ്മൾ നമ്മുടെ ഹൃദയം അടച്ചാല് ഇതൊരു ഓട്ടോമാറ്റിക് സെറ്റിംഗ് ആണ്. അപ്പം മെയിൻ ടാപ്പ് അങ്ങ് അടഞ്ഞു പോകും. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ഒഴുക്ക് മുകളിൽ നിന്ന് അടഞ്ഞു പോകും. അപ്പോൾ അങ്ങനെയാകും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള സ്നേഹശൂന്യതകള്, രോഗാവസ്ഥകളൊക്കെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് പതുക്കെ പതുക്കെ ഏത് ടാപ്പാ അറിയത്തില്ല, ഇലക്ട്രിസിറ്റി അങ്ങനെയാണ് സർക്യൂട്ട്. ആകപ്പാടെ കറണ്ട് പോയി കഴിഞ്ഞാൽ ഉടനെ നമ്മളെല്ലാം പോയി മെയിൻ സ്വിച്ചൊക്കെ ഒന്ന് പോയി നോക്കി എവിടെ ഏത് ഫ്യൂസാ പോയിരിക്കുന്നത്, കത്തിപ്പോയിരിക്കുന്നത് ഏതാന്നൊക്കെ നോക്കിയിട്ട് അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ എല്ലാം വരും. അതുപോലെ ഈ ആഴ്ച നമ്മുടെ ജീവിതത്തില് ഇതുപോലെ നമ്മള് സ്നേഹം ഒഴുകാൻ അനുവദിക്കാതെ ഏതെങ്കിലുമൊക്കെ ടാപ്പിൽ ആർക്കെങ്കിലും എതിരായിട്ട് നടത്തിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് തുറക്കാനും, അങ്ങനെ ആ സ്നേഹം അവരിലേക്ക് ഒഴുകുന്നത് വഴി ദൈവത്തിന്റെ മെയിൻ ടാപ്പും തുറന്നിട്ട് കുത്തി ഒഴുകി ഇങ്ങോട്ട് വരും. അടുത്ത ആഴ്ച വരുമ്പോഴത്തേക്ക് എന്തൊരു സ്നേഹാനുഭവം നിങ്ങൾക്കെല്ലാം ടെസ്റ്റ് മണി പറയാനുണ്ടാകും. എന്നിട്ട് അത് പടിപടിയായിട്ട് നമുക്ക് അടുത്ത ലെവലുകളിലേക്ക് പോകാം. ഈ ഒരാഴ്ച ദൈവത്തിന്റെ ഈ ഒരു വലിയ സ്നേഹം നമ്മളത് അനുഭവിച്ചാലും അനുഭവിച്ചില്ലെങ്കിലും ബൈബിളിൽ പറയുന്നത് മുഴുവനും സത്യമാണ്. ഈ സത്യം നമുക്ക് അനുഭവിക്കാൻ നമ്മുടെ ദൈവ മനുഷ്യ പങ്കാളിത്തം എന്ന് പറയും. ദൈവം നമ്മളെ സൃഷ്ടിച്ചപ്പോൾ അങ്ങനെയാ. സ്വാതന്ത്ര്യത്തോടെ നമ്മൾ അനുവദിക്കുമ്പോഴാണ് ദൈവത്തിന്റെ സ്നേഹം നമ്മളിലേക്ക് വന്നിറങ്ങി നമ്മളെ നിറയ്ക്കുക. അതിന് ഈ ആഴ്ചയിൽ നമ്മളെ തന്നെ അത് സജ്ജമാക്കാം. ഈ ഒരു എക്സർസൈസും കൂടെ വേറെ പലതുമൊക്കെ ഇത് വരുമായിരിക്കും. എന്നാൽ ഇത് നിങ്ങൾ ചെയ്യണേ. എനിക്ക് വിഷമമുള്ള, ഞാൻ മാറ്റി നിർത്തിയിട്ടുള്ള എല്ലാവരുടെയും പേരുകളൊന്നും എഴുതിക്കോ.
മരിച്ചവരാകാം, ജീവിച്ചിരിക്കുന്നവരാകാം, ദൂരങ്ങളിലുള്ളവരാകാം, അധ്യാപകരോ വികാരിയച്ഛന്മാരോ മാതാപിതാക്കളോ ആരും ആയിക്കോട്ടെ, അവരുടെയൊക്കെ പേരുകളൊന്ന് എഴുതിയിട്ട് ദൈവമേ അവിടുത്തെ സ്നേഹം എന്നിലൂടെ അവരിലേക്ക് ഒഴുകണേ. അതുപോലെ എന്നെ സ്നേഹിക്കുന്നില്ലെന്ന് തോന്നുന്ന, എന്നെ ഒഴിവാക്കുന്നെന്ന് പറയുന്ന വിചാരിക്കുന്ന ആൾക്കാരുടെ പേരുകളും ഈ 2 ലിസ്റ്റ് ഒന്ന് നിങ്ങൾ ഉണ്ടാക്കിയാൽ ഈ ആഴ്ച സൂപ്പർ ആയിരിക്കും. ഈ ഒരു ആദ്യത്തെ ടോപ്പിക്ക് സൂപ്പറായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ആഴമൊരു അനുഭവമായി വരും. അതിനിടയാകട്ടെ ദൈവം നമ്മെ ഓരോരുത്തരെയും, എന്നെ, നിങ്ങൾ ഓരോരുത്തരും പറയണം, എന്നെ ഞാൻ ഇപ്പോൾ ആയിരിക്കുന്ന വിധം വ്യക്തിപരമായി വ്യവസ്ഥകളൊന്നും കൂടാതെ ദൈവത്തിന്റെ സർവശക്തിയോടെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സ്നേഹം ഞാൻ അനുഭവിച്ചറിയണമെന്നും എന്നിട്ട് എന്നിലൂടെ ദൈവത്തിന്റെ ഈ സ്നേഹം ഞാനുമായി ബന്ധപ്പെടുന്ന എല്ലാവരിലേക്കും ഒഴുകിയെത്തണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവമേ മാപ്പ് ഞാൻ അനുവദിക്കാഞ്ഞതിന് എന്ന് പറഞ്ഞ് എല്ലാവരിലേക്കും ഒഴുകാൻ, മാപ്പ് കൊടുക്കേണ്ടവർക്ക് മാപ്പ് കൊടുക്കാനും മാപ്പ് ചോദിക്കേണ്ടവരോട് ചോദിക്കാനും ഈ ആഴ്ച നമുക്ക് തയ്യാറാകാം. ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.